കാണുമ്പോ ആലിമാകണമെന്നില്ല, തങ്ങളാകണമെന്നില്ല. ചിലരെ കാണുമ്പോ അറിയാതെ എഴുന്നേക്കാറില്ലേ? ഉപ്പ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, ഹജിയാർ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. എല്ലാവരുടെ കയ്യിലും പിടിച്ചു പറയൂല. ചിലരെ കാണുമ്പോ തന്നെ പറയാൻ തോന്നും. അത് അല്ലാഹു തരുന്ന ഒരു മനസ്സ്, അത് അല്ലാഹു തരുന്ന ഒരു മനസ്സാണ്. അതുകൊണ്ട് ദുനിയാവിൽ രഹസ്യമായി തെറ്റ് ചെയ്യുന്നവര് കേട്ടോ, അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒന്ന്, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു നിന്നോടൊരു വെറുപ്പ് കൊടുക്കുകയാ. രണ്ട്, നിന്റെ മുഖത്ത് നിന്ന് ഈമാനിന്റെ പ്രകാശമങ്ങ് നഷ്ടപ്പെടുകയാണ്. മൂന്നാമതായിട്ട് നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്ന്, അല്ലാഹു നിന്റെ ജീവിതത്തിൽ ഇടുക്കമാക്കുകയാ. അല്ലാഹു നിന്റെ ജീവിതം അങ്ങ് ഇടുക്കമാക്കുകയാണ്. കേൾക്കാമെന്നവരെ, പെങ്ങളെ, നീ ചോദിക്കുന്നല്ലോ, ഉസ്താദേ സമാധാനമില്ല, സന്തോഷമില്ല, പടച്ചവനെ ബറക്കത്തില്ല, നേരെയാകുന്നില്ല, എന്തേ അതിന്റെ കാരണമെന്ന് ചോദിക്കുന്നുണ്ടോ? പെങ്ങളെ, പാപം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു നിന്റെ ജീവിതം ഇടുക്കമാക്കുകയാണ്. സാമ്പത്തികമായിട്ട്, മാനസികമായിട്ട്, ശാരീരികമായിട്ട് എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നിങ്ങൾക്ക് തരികയാ. എന്തുകൊണ്ടാണ് സന്തോഷമുള്ള ജീവിതം കിട്ടാത്തത്? എടോ, അല്ലാഹു നിന്റെ ജീവിതം ഇടുക്കമാക്കാനുള്ള കാരണം കയ്യിലിരിപ്പാണ് പെങ്ങള്. നീ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പാപം ചെയ്തപ്പോ, അല്ലാഹുവേ, രഹസ്യമായി പാപം ചെയ്തപ്പോ അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാ. സർവ്വതും നഷ്ടപ്പെട്ടു പോയില്ലേ? സർവ്വതും നഷ്ടപ്പെട്ടു പോയല്ലോ. ഉസ്താദേ, എന്ത് കച്ചവടം ചെയ്തിട്ടും നേരെയാകുന്നില്ലല്ലോ, എന്തേ ഞാൻ രക്ഷപ്പെടാത്തത്? എന്തേ സമാധാനമുള്ള ജീവിതം കിട്ടാത്തത്? ഉസ്താദേ, വീടുണ്ട്, കാറുണ്ട്, പണമുണ്ട്, തിന്നാനുണ്ട്, ധരിക്കാനുണ്ട്, അല്ലാഹു എനിക്കെല്ലാം തന്നിട്ടുണ്ട്, പക്ഷേ സമാധാനമില്ലല്ലോ, സന്തോഷമുള്ള ഒരു ജീവിതമില്ലല്ലോ. അതിന്റെ കാരണം നിന്റെ സ്വഭാവം നല്ലതല്ലാത്തത് കൊണ്ടാ. എന്നാ നിനക്ക് നല്ല ജീവിതം വേണോ? അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? രാജാത്തിയെ പോലെ നിനക്ക് ജീവിക്കണോ? ഒരു രാജകുമാരിയെ പോലെ, ലോകത്തിലെ ഏറ്റവും വലിയ രാജാക്കന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന ജീവിതം നിനക്ക് വേണോ? അതിനല്ല പറഞ്ഞത് എന്ത് ചെയ്യാനാ? ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന് പോലും കിട്ടാത്ത ജീവിതം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ അംബാനിക്ക് പോലും കിട്ടാത്ത ജീവിതം നിനക്ക് വേണോ? നിന്റെ കൂരയ്ക്കകത്ത് വേണോ? അല്ലാഹു പറഞ്ഞു, ഞാൻ തരാം, ഞാൻ തരാം, ഞാൻ തരാം. ഈ ലോകത്തെ രാജാക്കന്മാരെ പോലെ നിനക്ക് ജീവിക്കണോ? മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ. അല്ലാഹു വിശുദ്ധമായ ഖുർആനിനകത്ത് പറയുകയാ, ഒരു നല്ല ജീവിതം നിനക്ക് വേണോ? ഒരു നല്ല ജീവിതം നിനക്ക് വേണോ? അല്ലാഹു പറഞ്ഞത്, മൻ അമില സ്വാലിഹാ, നല്ല കാര്യങ്ങൾ ചെയ്യാലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നീ നന്മകൾ ചെയ്താൽ അല്ലാഹു നിനക്ക് നല്ല ജീവിതം തരികയാണ്, സമാധാനം തരികയാണ്, ബർക്കത്ത് തരികയാണ്, റഹ്മത്ത് തരികയാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നിനക്കുണ്ടാവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ഇനി മുതൽ രഹസ്യമായി പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ദുനിയാവ് നഷ്ടപ്പെടുമല്ലോ. പെങ്ങളെ, വ്യഭിചരിക്കുന്നവന്റെ ആയുസ് കുറയുമെന്നാ നിബിധങ്ങളെ പറഞ്ഞല്ലോ. വ്യഭിചരിക്കുന്നവർക്ക് ആയുസ് കുറവാണ്, വ്യഭിചരിക്കുന്നവർക്ക് ആയുസ് കുറവാണ്. ഹറാം ആരുടെ വീട്ടിലുണ്ടോ? ഹറാമായ സമ്പാദ്യം, പലിശയുടെ പൈസ പിടിച്ചു പറിച്ചത്, അല്ലാഹു ഹറാമാക്കിയ പണം ആരുടെ വീട്ടിലുണ്ടോ അവരുടെ ആയുസ് കുറയുമെന്നാണ്.
അവരുടെ ആയുസ് കുറയുമെന്നാണ്. ഇതൊക്കെ ദുനിയാവിൽ അല്ലാഹു തരുന്ന ശിക്ഷകളാണ്. അറിയാത്ത ആരാവുള്ളത്? പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും കൂട്ടുനിൽക്കുന്നതും സാക്ഷി നിൽക്കുന്നതും എഴുതുന്നത് വരെ ശിക്ഷയാ. പലിശ വാങ്ങുന്നത്, കൊടുക്കുന്നത്, സാക്ഷി നിൽക്കുന്നത്, എഴുതുന്നത് മൊത്തം പാവമല്ലേ? മൊത്തം പാവമല്ലേ? എന്നിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇതെല്ലാവർക്കും അറിയാം. എന്നിട്ടും ചെയ്യണില്ലേ? ലോൺ എടുക്കണില്ലേ? കൊണ്ടുപോയി പണയം വെക്കുന്നില്ലേ? പലിശക്കെടുക്കുന്നില്ലേ? ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാ. എന്നിട്ടും ചെയ്യുന്നില്ലേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനം എന്ത് ചെയ്യും? ജീവിതം പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് തെറ്റുമറിയാം, തെറ്റിന്റെ ശിക്ഷയും അറിയാം, ദുനിയാവിൽ കിട്ടുന്നതും ആഖിറത്തിൽ കിട്ടുന്നതും. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, നബിതങ്ങൾ പറയുകയാ, മക്കളെ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഓർമ്മ വേണം, ഇത് അല്പനേരത്തെ സുഖം, ഒരല്പനേരത്തെ സന്തോഷം, ഇത് ഇത്തിരി കഴിഞ്ഞാൽ മാറും. പക്ഷെ വരാൻ പോകുന്ന നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്ക്. നിനക്ക് പിന്തിരിയാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിൽ പോയി നാണം കെട്ടി നിൽക്കണ്ടേ? അല്ലാഹുവിന്റെ കോടതിയിൽ പോയി നാണം കെട്ടി നിൽക്കണ്ടേ? അവിടെ പോയിട്ട് തലതാഴ്ത്തി നിൽക്കേണ്ടി വരുമെന്നുള്ള ചിന്ത നിനക്ക് കടന്നു വരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നാമതായിട്ട് നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന് ദുനിയാവിൽ കിട്ടുന്ന നഷ്ടമെന്താണ്? ആഖിറത്തിൽ ഉണ്ടാകുന്ന നഷ്ടമെന്താണ്? അതിനെക്കുറിച്ച് നീ ചിന്തിച്ചാ ആ പാപത്തിൽ നിന്ന് പിന്തിരിയാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? തെറ്റിൽ നിന്ന് പിന്തിരിയാനുള്ള മനസ്സ് വേണോ? പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള അവസ്ഥ വേണോ? അതിനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ഓർമ്മ വേണേ സഹാബാ. എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട രണ്ടാമത്തെ ഗുണം എന്താണ്? ബാത്റൂമിനകത്തിരുന്ന് ചെയ്താലും ബെഡ്റൂമിനകത്തിരുന്ന് ചെയ്താലും കൂട്ടുകാരന്റെ വീട്ടിലിരുന്ന് ചെയ്താലും എവിടെ ഇരുന്ന് ചെയ്താലും വാപ്പ കാണുന്നില്ല, ഉമ്മ കാണുന്നില്ല, ഭാര്യ കാണുന്നില്ല, ഭർത്താവ് അറിയുന്നില്ല, മക്കൾ അറിയുന്നില്ല. പക്ഷേ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് കാണുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ കണ്ണ് വെട്ടിക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ. അള്ളയാണ് കാണുന്നവൻ, അള്ളയാണ് സാക്ഷിയാ. എല്ലാം അള്ള കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരുടെ കണ്ണ് വെട്ടിച്ചാലും അള്ളാടെ കണ്ണ് വെട്ടിക്കാൻ നിനക്ക് കഴിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഏറ്റവും വലിയ പാപം എന്തെന്നറിയോ? ഏറ്റവും വലിയ തെറ്റെന്തെന്നറിയോ? നിന്റെ റൂമിന്റെ അകത്തിരുന്ന്, നിന്റെ വീടിനകത്തിരുന്നിട്ട് നീ ഒരു മോശമായ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാ. നീ മൊബൈലിലൂടെ വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാ. റൂമിന്റെ വാതിലടച്ചിരിക്കുമ്പോഴാണ് പടച്ചവനെ ഒരു ശബ്ദം കേൾക്കുന്നത്. വാപ്പ വരുന്നുണ്ട്, ഉമ്മ വരുന്നുണ്ട്, ഭാര്യ വരുന്നുണ്ട്, ഭർത്താവ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ട്. ആ വരുന്ന ശബ്ദം കേട്ടാ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറ്റുമല്ലോ. ആ വരുന്നവനെ പേടിച്ചിട്ട്, ആ വരുന്ന നിന്നെ പോലെയുള്ളവരെ മനസ്സിനെ പേടിച്ചിട്ട് ആ ചെയ്തുകൊണ്ടിരുന്ന തെറ്റ് നീ ഒഴിവാക്കുകയാണ്. എന്നാ അല്ലാഹു